സുവോളജി പാർക്കിൻ്റെ ഉദ്ഘാടനം ഇന്നലെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ഇന്ന് പുത്തൂർ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ക്ലീൻ പുത്തൂർ എന്ന പദ്ധതിയുടെ ഭാഗമായി ഹരിതകർമ്മ സേനാംഗങ്ങളും അതുപോലെ തന്നെ മറ്റ് എല്ലാ തൊഴിലാളികളും ഉൾപ്പെടെ ഇവിടുത്തെ ഈ സുവോളജി പാർക്കിലുണ്ടായിരുന്ന എല്ലാ മാലിന്യങ്ങളും മണിക്കൂറുകൾക്കുള്ളിൽ നീക്കി ആ പ്രവൃത്തി നമുക്കിത് കാണാം. ഹരിതകർമ്മസേനയും ശുചീകരണ തൊഴിലാളികളും യുദ്ധകാലാടിസ്ഥാനത്തിൽ സുവോളജിക്കൽ പാർക്ക് ക്ലീനാക്കി. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒക്ടോബർ 28 നിർവഹിച്ചു. 10,000-കണക്കിന് ആളുകൾ പങ്കെടുത്തു. ഓഗസ്റ്റ് 18 മുതൽ സാംസ്കാരിക പരിപാടികളും അനുബന്ധ പരിപാടികളും നടന്നു. ഒക്ടോബർ 28 മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു. ഉദ്ഘാടന പരിപാടിയിൽ ഏകദേശം 25,000-മേൽ ആളുകൾ പങ്കെടുത്തു എന്നാണ് കണക്കാക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടുണ്ടായ കടലാസ് മാലിന്യം, അതുപോലെ തന്നെ പ്ലാസ്റ്റിക് കുപ്പി, ഭക്ഷണ വേസ്റ്റുകളൊക്കെ പാർക്കിന്റെ പ്രവേശന കവാടങ്ങളിലും ഉദ്ഘാടന ഹാളിലും ഉണ്ടായിരുന്നു. പുത്തൂർ പഞ്ചായത്തിന്റെ ഹരിതകർമ്മ സേനാ അംഗങ്ങൾ, ശുചിത്വ തൊഴിലാളികൾ, രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകരായ സന്നദ്ധ പ്രവർത്തകരുടെ സേവനത്തിൽ മണിക്കൂറുകൾക്കുള്ളിൽ മുഴുവൻ പ്രദേശവും ശുചീകരിക്കുകയും ചെയ്തു. പുത്തൂർ ക്ലീൻ പരിപാടിയുടെ ഭാഗമായിട്ടാണ് പ്രവൃത്തി നടത്തിയത്. പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ ശുചീകരണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ ചെയർപേഴ്സൺ സതി പുഷ്പാകരൻ, PS സജിത്, സിനി പ്രദീപ് കുമാർ, MN രാജേഷ്, രാഹുൽ സനൂപ്, സോമൻ കാര്യാട്ട്, പഞ്ചായത്ത് സെക്രട്ടറി സജീത, സ്പെഷ്യൽ ഓഫീസർ KJ വർഗീസ്, IFS ഡയറക്ടർ BN നാഗരാജ് തുടങ്ങിയവരും പങ്കെടുത്തു. ഹരിതകർമ്മസേനയുടെയും ശുചീകരണ തൊഴിലാളികളുടെയും നിശ്ചയദാർഢ്യത്തിലുള്ള പ്രവർത്തനം മണിക്കൂറുകൾക്കുള്ളിൽ മാലിന്യങ്ങൾ നീക്കിയത് എടുത്തു പറയേണ്ടതും മാതൃകയുമായി. കേരള ടൈംസ് മീഡിയ. സുവോളജിക്കൽ പാർക്കിന്റെ ായിട്ടുള്ള പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്ന ഉദ്ഘാടന കർമ്മം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ നിർവഹിക്കുകയുണ്ടായി. ഇതിന് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് എന്നുള്ള രീതിയിൽ നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളോടും ഉള്ള ക്ഷണവും അതുപോലെ തന്നെ നമ്മുടെ മണ്ഡലത്തിലെ ആളുകളെയും എല്ലാ ആളുകളെയും ക്ഷണിച്ചിരുന്നു. നമ്മൾ ഒരു 25,000 പേരെയാണ് ഗ്രാമപഞ്ചായത്ത് എന്നുള്ള രീതിയിൽ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഇന്നലെ ഞങ്ങൾക്ക് കാലാവസ്ഥ നല്ല അനുകൂലമായി. അതോടൊപ്പം തന്നെ 50,000-ൽ-അധികം ജനങ്ങൾ ഇവിടെ എത്തിച്ചേരുകയുണ്ടായി. ഇത്രയും ആളുകൾ ഇവിടെ വന്നു ചേർന്നതിൻ്റെ ഭാഗമായിട്ട് വന്ന മാലിന്യവും അതുപോലെ തന്നെ ഇവിടെ ഇത്രയും ആളുകൾ ഒഴുകിയെത്തിയതിൻ്റേതായ ക്രമീകരണത്തിലുണ്ടായ ചെറിയൊരു മാറ്റങ്ങളൊക്കെ കാരണം ധാരാളം മാലിന്യം വന്നു. ഇന്ന് രാവിലെ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് എന്നുള്ള രീതിയിൽ പൊതു ശുചീകരണ പ്രവർത്തനം ഏറ്റെടുക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി നമ്മുടെ പഞ്ചായത്തിൻ്റെ ഹരിതകർമ്മ സേനാംഗങ്ങൾ, അതുപോലെ തന്നെ തൊഴിലുറപ്പ് മേറ്റുമാർ, പൊതുജനങ്ങൾ, ജനപ്രതിനിധികൾ, അതുപോലെ പഞ്ചായത്തിലെ സ്റ്റാഫുകൾ, മുഴുവൻ ആളുകളുടെയും സഹകരണത്തോടു കൂടി ഇന്ന് പൊതുവായി ഇവിടെ മാലിന്യം നീക്കം ചെയ്യുകയാണ്. ഇതിന് സഹകരിച്ചത് നമ്മുടെ ഈ 10 ദിവസം 18-ാം തീയതി മുതൽ ആരംഭിച്ച നമ്മുടെ സൂവിൻ്റെ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ചുള്ള പ്രവർത്തന പരിപാടികളിൽ എല്ലാ ആളുകളുടെയും പൂർണ്ണ സഹകരണം ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ അവസാന നിമിഷം വരെ നമ്മളിപ്പോൾ ഈ കാണുന്നത് ഒരു വലിയ ഒരു യജ്ഞം നടത്തുന്നതിനുള്ള ഒരു സന്നാഹമാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഇന്നലെ, അതായത് ഒക്ടോബർ 28 പുത്തൂരിലെ തൃശ്ശൂർ സുവോളജിക്കൽ പാർക്കിൻ്റെ ഉദ്ഘാടനം 10,000-കണക്കിന് ആളുകൾ പങ്കെടുത്ത് നടത്തി. അതിനു മുമ്പ് ഏതാണ്ട് 10 ദിവസത്തോളം ഇവിടെ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന വിവിധ പരിപാടികളാണ് തുടർന്ന് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഫലമായിട്ട് നമ്മളൊരു ഗ്രീൻ പ്രോട്ടോക്കോൾ അനുസരിച്ച് തുടക്കം മുതൽ തന്നെ പരിപാടികൾ ക്രമീകരിച്ചിരുന്നു. അതിന് ഇന്നലത്തെ ഈ മഹാസമ്മേളനത്തിൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത ഫുഡെല്ലാം പേപ്പർ പായ്ക്കുകളിലായിരുന്നു. അതൊക്കെ അന്നേരം തന്നെ മാറ്റി. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മൾ ഈ 10 ദിവസത്തെ ഒരു വലിയ പരിപാടിയുടെ ഭാഗമായി നമ്മുടെ പാർക്കിംഗ് ഏരിയ, റോഡ് പ്രദേശത്ത് നിരവധിയായ വേസ്റ്റ് വസ്തുക്കളുണ്ടായിരുന്നു. അപ്പം നമ്മളുടെ ഈ വേസ്റ്റ് നീക്കുന്നതിന് വേണ്ടി ഇന്ന്, അതായത് 29-ാം തീയതി അതിരാവിലെ തന്നെ വിവിധ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, അതായത് ഹരിതകർമ്മസേനയുടെ വോളണ്ടിയർമാർ, അതുപോലെ തന്നെ ശുചീകരണ തൊഴിലാളികൾ, അതുപോലെ മെയ്റ്റുമാർ, ഇവരെല്ലാവരും നമ്മുടെ സന്നദ്ധ പ്രവർത്തകർ, ജനപ്രതിനിധികൾ, ഇവരെല്ലാവരും പഞ്ചായത്ത് ജീവനക്കാർ, ഇവരെല്ലാവരും പുത്തൂർ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെയും പഞ്ചായത്ത് അംഗങ്ങളുടെയും നേതൃത്വത്തിൽ
രാവിലെ തന്നെ വന്നു. അവർ ഈ വേസ്റ്റുകളെല്ലാം ഏതാണ്ട് കളക്ട് ചെയ്തു. തുടർന്നും അവർ ഇന്ന് പ്രവർത്തനങ്ങൾ നടത്താൻ പോവുകയാണ്. ഇത് കഴിയുമ്പം ഇതിൻ്റെ മേൽനോട്ടത്തിന് വേണ്ടി സ്വാഗത സംഘത്തിൽപ്പെട്ട ആളുകൾ ഇവിടെ എല്ലാം സന്ദർശിച്ച് 100% ഇവിടം വേസ്റ്റ് ഫ്രീ ആയി ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ അവർ പിരിഞ്ഞു പോവുകയുള്ളൂ. ഇതൊരു വലിയ മാതൃകയായിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് അതിരാവിലെ തന്നെ എല്ലാവരും വന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ പാർക്കിലേക്ക് നവംബർ 1-ാം തീയതി മുതൽ ഏതാണ്ട് 2 മാസത്തോളം നമ്മൾ നിയന്ത്രിതമായിട്ടാണ് ആളുകളെ പ്രവേശിപ്പിക്കുക. അതിനുള്ള പത്രക്കുറിപ്പ് ഇന്ന് നമ്മൾ പ്രസിദ്ധപ്പെടുത്തുന്നുണ്ട്. അപ്പം പ്രധാനമായിട്ടും നമ്മൾ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായിട്ടാണ് ഇത് പരിമിതപ്പെടുത്തിയിരിക്കുന്നത്. അവരുടെ ഒരു രജിസ്ട്രേഷൻ ആരംഭിക്കും. ആ രജിസ്ട്രേഷൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അവരെ അറിയിക്കുന്നതനുസരിച്ച് അവർ സ്കൂൾ അധികൃതരുടെ നേതൃത്വത്തിൽ പാർക്കിലേക്ക് എത്തണം. ഈ രൂപത്തിലായിരിക്കും നമ്മൾ ആദ്യ 2 മാസത്തെ ക്രമീകരണം ഉണ്ടാകാൻ പോകുന്നത്. എല്ലാവർക്കും നമസ്കാരം. സാർ പറഞ്ഞു കഴിഞ്ഞു. വലിയൊരു യജ്ഞത്തിൻ്റെ പരിസമാപ്തിയിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതൊരു ഉത്സവം നടന്നു കഴിഞ്ഞാലും അതിൻ്റെ അവസാനം കുറച്ച് പാഴ്വസ്തുക്കൾ ആ പരിസരത്ത് കാണാറുണ്ട്. സാധാരണ രീതിയിൽ അതങ്ങനെ കിടന്ന് അവിടെ അഴിഞ്ഞ് പോകാറാണ് പതിവ്. എന്നാൽ അതിന് വിപരീതമായിട്ട് ഇന്നലത്തെ പരിപാടി കഴിഞ്ഞു. ഇന്നലെ ഒരു 10 ദിവസത്തെ പരിപാടി കഴിഞ്ഞതിന് ശേഷം ഇന്ന് രാവിലെ തന്നെ നമ്മുടെ ഈ സന്നദ്ധ സംഘ സേവകർ, ഹരിതകർമ്മസേന, ഒരു പഞ്ചായത്തിൻ്റെ ആൾക്കാർ, പിന്നെ മേറ്റന്മാർ, പിന്നെ ശുചീകരണ തൊഴിലാളികൾ, സന്നദ്ധ പ്രവർത്തകർ, ഒരു നാട്ടുകാർ, മറ്റ് പഞ്ചായത്തിലെ മെമ്പർമാരും പഞ്ചായത്ത് അംഗങ്ങളും പ്രസിഡന്റ് ഉൾപ്പെടെ ഇത് വളരെ തന്മയത്തോടുകൂടി രാവിലെ തന്നെ അത് പറക്കി കൂടുതൽ വേസ്റ്റുകളെല്ലാം മാറ്റിക്കഴിഞ്ഞു. ഇനിയും അവസാന നിമിഷം ഒരു ഫിനിഷിംഗ് വർക്കിലേക്ക് അവർ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും നമ്മൾ ഒരു മാതൃകയായിട്ട് തന്നെ ഒരു ഉത്സവം നടത്തിക്കഴിഞ്ഞാൽ ആ ഉത്സവത്തിൻ്റെ ആ പരിപാടി കഴിയുന്നതോട് കൂടി അത് തീരുന്നില്ല, അതിന് ശേഷമുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്നുള്ള ഒരു സന്ദേശം എല്ലാവരിലേക്കും എത്തിക്കാൻ ഈ ഒരു നമ്മുടെ പ്രവൃത്തി കൊണ്ട് നമുക്ക് കഴിയും. ഇതിൽ പങ്കെടുത്തുള്ള എല്ലാവർക്കും ആശംസകൾ അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. സുവോളജിക്കൽ പാർക്കിൻ്റെ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് ആദ്യമേ തന്നെ പറയുകയാണ്, ഇവിടെ എത്തിച്ചേർന്ന ഈ മഹാസമ്മേളനത്തിലേക്ക് എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും എത്തിച്ചേർന്നതിൽ പുത്തൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഏറ്റവും സ്നേഹം അറിയിക്കുകയാണ്. അതോടൊപ്പം നന്ദിയും അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ഈ പരിപാടി പ്രാരംഭഘട്ടത്തിൽ തന്നെ നമ്മൾ ഗ്രീൻ പ്രോട്ടോകോൾ ഇവിടെ സ്പെഷ്യൽ ഓഫീസർ പറഞ്ഞതുപോലെ തന്നെ ഗ്രീൻ പ്രോട്ടോകോൾ നിർബന്ധമാക്കിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം ഈ 10 ദിവസ കാലയളവിനുള്ളിലുള്ള ആളുകൾ വന്നു പോയതിൻ്റെ കുറേയൊക്കെ നമ്മൾ അപ്പോൾ തന്നെ മാറ്റിയിരുന്നു. അധികൃതരെ അതിൻ്റെ ശ്രദ്ധ ചെലുത്തിയിരുന്നു. എന്നാലും കുറേ ഒക്കെ നമുക്ക് മാറ്റേണ്ടതായി വന്നു ചേർന്നു. അത് ഗ്രാമപഞ്ചായത്ത് മുൻകൈ എടുത്തുകൊണ്ട് തന്നെ നമ്മുടെ വിവിധ എല്ലാ മേഖലയിലും കൂടി ഒത്തുചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ ശുചീകരണ പ്രവർത്തനം തുടങ്ങി വെച്ചിട്ടുള്ളത്. നല്ല രീതിയിൽ തന്നെ അവരിന്ന് രാവിലെ തന്നെ ഇവിടെ ഈ സ്പോട്ടിലെത്തുകയും അവർ രാവിലെ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ഇപ്പോൾ ഏകദേശം നല്ല രീതിയിൽ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി അവസാന ഫിനിഷിങ്ങിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, പുത്തൂർ ഗ്രാമപഞ്ചായത്തിൽ വന്ന ഈ വലിയ വികസന പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചപ്പോൾ നമ്മുടെ നാട്ടുകാരുടെ മുഴുവൻ സഹകരണം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ അവസാനം നമ്മൾ ഇത് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നത് വരെ നമ്മളോടൊപ്പം നിന്ന നമ്മുടെ മുഴുവൻ ആളുകൾക്കൊക്കെ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഔദ്യോഗിക ഉദ്ഘാടനം കഴിഞ്ഞ 1000